പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 മാലയും സ്റ്റഡും റിങ്ങും വളയും ഒരു പാദസരവും ചെയിനും അടങ്ങുന്ന 10 പവൻ വരുന്നൊരു വെഡ്ഡിങ് സെറ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റീലിൽ വന്നൊരു കമൻറ്റാണ് 10 പവൻ താഴെയുള്ള വെഡ്ഡിങ് സെറ്റ് കാണിക്കാൻ. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുള്ള കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കെല്ലാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഫസ്റ്റ് മാലയാണ് ഈ കാണുന്നത്. ചെറിയ മാങ്ങ ഡിസൈൻ വരുന്ന ഒരു കേരള മോഡൽ നെക്ലസ് ആണ് ഈ കാണുന്നത്. പിന്നെ വരുന്നത് ലോക്കറ്റ് ടൈപ്പുള്ള ഒരു നെക്ലസ് ആണ്. രണ്ടാമത്തെ മാലയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റ് വെയ്റ്റ് തന്നെയാണിത്. മൂന്നാമത്തെ മാലയായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് മാങ്ങ ഡിസൈൻ തന്നെ വരുന്ന ഒരു കളിയുഞ്ഞാൽ മോഡൽ നെക്ലസ്സാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഏകദേശം നല്ല കാഴ്ച വരുന്ന ഏകദേശം ഒരു 3 പവൻ്റെയെങ്കിലും 3-3.5 പവൻ്റെ കാഴ്ച വരുന്ന ഒരു ലോങ് നെക്ലസ്സാണിത്. അപ്പോൾ 3 നെക്ലസ് സെറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്ന ഒരു സെറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ സെറ്റിലേക്ക് വരുന്നത് ഒരു 3.5 ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റഡ് ഡ്രോപ്സ് ആണ്. പിന്നെ നമ്മൾ വളയാണ് എടുത്തിട്ടുള്ളത്. വള എന്ന് പറഞ്ഞാൽ 4 ഗ്രാമിൻ്റെ 4 വളയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് 2 ഗ്രാം മുതൽ വള അവൈലബിൾ ആണ്. പക്ഷേ 2 ഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ബലേ കാണത്തുള്ളൂ. നമുക്കകത്ത് ഫൈബറൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വളയത്തൊന്നുമില്ല. അപ്പോൾ ഇത് 2 ഗ്രാമിൻ്റെ വള വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വരും. അതായത് 4 എന്നുള്ളത് 8 വളയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ സെറ്റിൽ എടുത്തിട്ടുള്ളത് 2 മോതിരമാണ്. ഒരു പൈപ്പിൻ്റെ റിങ്ങും പിന്നെ ഒരു ഹാഫ് റൗണ്ട് വരുന്ന റിങ്ങും റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള 2 റിങ്ങാണ്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റിങ്ങാണ്. രണ്ടും കൂടെ ഏകദേശം ഒരു 2-2.5 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത്. പിന്നെ കല്യാണത്തിന് എല്ലാവരും പ്രത്യേകം പറയുന്ന ഒരു ഐറ്റമാണ് പാസരം. അപ്പോൾ പാസരം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 പവനാണ്. ബോംബെ ചെയിനിലുള്ള പാസരം ആയതുകൊണ്ട് അതിന് അത്യാവശ്യം നമുക്ക് ലോങ് ലാസ്റ്റ് നിൽക്കുന്ന ഒരു മോഡലാണ്.
പിന്നെ മെയിനായിട്ട് വരുന്നത് ചെറുകനിടാനുള്ളൊരു മാല വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ അതിനെടുത്തിട്ടുള്ളത് സച്ചിൻ ചെയിനാണ്. 8 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത്. ഇതിൻ്റെ സച്ചിൻ ചെയിനും പിന്നെ ഇതിൻ്റെ തന്നെ ഗാംഗുലി ചെയിനുണ്ട്, അതായത് ഇടയ്ക്ക് വലിയ കണ്ണിയില്ലാത്ത ടൈപ്പ് ചെയിനുണ്ട്. ഈ 2 ചെയിനും നമുക്ക് ഈ തൂക്കത്തിൽ കിട്ടും. പിന്നെ നമുക്ക് ലോട്ടസ് ചെയിനൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ലോട്ടസ് ചെയിനാകുമ്പോൾ ഒരു 1.5 പവനെങ്കിലും തൂക്കം വരും. അപ്പോൾ 3 മാല, 3 നെക്ലസും പിന്നെ ഒരു ചെയിനും ഒരു പാസരും ഒരു ജോഡി കമ്മൽ, 4 വള, 2 മോതിരം, ഇത്രയും 6 ഐറ്റം വരുന്ന 10 പവൻ്റെ വെഡ്ഡിങ് സെറ്റാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം കറക്റ്റ് വെയിറ്റാണ്. നമ്മൾ 10 പവൻ എന്ന് പറഞ്ഞ് 10 പവനെ കാണിക്കുള്ളൂ. നിങ്ങൾക്ക് വെയിറ്റ് ഇട്ട് നമ്മളത് കാണിച്ചു തരും. പത്ത് പവൻ പറഞ്ഞാൽ കറക്റ്റ് 10 പവനായിരിക്കും കേട്ടോ, നമ്മൾ തള്ളുന്നതല്ല. അപ്പോൾ വെയിറ്റ് നിങ്ങൾ നോക്കിക്കോ. മൊത്തത്തിൽ 3 മാല, മാലയും പിന്നെ 4 വളയുണ്ട്, പാദസരം, ചെയിൻ, ഒരു ജോഡി 2 മോതിരം, ഒരു ജോഡി കമ്മൽ. ടോട്ടൽ വെയിറ്റ് നോക്കിയോ കേട്ടോ. കറക്റ്റ് 8100, 10 പവനാണ് കറക്റ്റ്. അതിനകത്ത് ടാഗിൻ്റെ വെയിറ്റ് അടക്കമാണ് 8100 വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അറിയാം. നമുക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നമുക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ്. റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു പവനായിരം എന്നുള്ള സ്കീമൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറി ചെയ്തതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കല്യാണത്തിനൊക്കെ സ്വർണ്ണം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതിന് നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.